ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പടമൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല രുചിയുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ചെറിയൊരു ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്നാക്സൊക്കെ ചോദിക്കണ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല പലഹാരമാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കണത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കണുണ്ട്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. പെരിഞ്ചീരകം ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഈ ഒരു സ്നാക്സ് കടിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും, അതിനുവേണ്ടി ചേർത്തിയതാണ്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു തക്കാളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമല്ല ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 2-3 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. നമുക്ക് ഈ തക്കാളിയൊന്നും നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഇത്രയും ആയാൽ മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. ഇഷ്ടമായി കഴിഞ്ഞാൽ തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാണ് എടുക്കേണ്ടത്. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ ഹൈലൈറ്റായ പപ്പടം കൂടെ എടുക്കാം. ഇനി ഇത് വെള്ളത്തിൽ മുക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് എടുക്കാം. ഇനി ഇത് 30 സെക്കൻഡൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പൊക്കോളും. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്ങില്ലേ, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുകകൂടി ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണ കൊണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും തന്നെ പുറത്തു പോവില്ല. ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഒട്ടും ഗ്യാപ്പില്ലാത്ത പോലെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കണേ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകും. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇതിനെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുതേ, പപ്പടം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. പപ്പടമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ. പെട്ടെന്നൊക്കെ സ്നാക്സ് തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല എളുപ്പമല്ലേ. 1 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം. എല്ലാം തന്നെ ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. പപ്പടം ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടാവും. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സമൂസയുടെ ഷേപ്പൊക്കെ കൊടുക്കാം. ഇതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമുണ്ടാവും. ഒട്ടും സമയമില്ലാത്തപ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത്. പപ്പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്